നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘത്തെ കേളകം പോലീസ് പിടികൂടി. മലപ്പുറം സ്വദേശി പൊന്നാനി പ്രശാന്ത് കീടം, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി MAR വിജയ്, കൊട്ടാരക്കര സ്വദേശി ശ്രീനു എന്നിവരെയാണ് കേളകത്ത് വെച്ച് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും വിവാഹം കഴിക്കുകയും മോഷണം നടത്തുകയും ചെയ്തിരുന്നയാൾ പിടിയിൽ. കുപ്രസിദ്ധ മോഷ്ടാവ് കല്യാണരാമൻ എന്ന ബാഹുലേയനാണ് പിടിയിലായത്. ശമ്പള പരിഷ്കരണം ആവശ്യം. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം 4ാം ദിവസത്തിലേക്ക്. 3ാം ബലാത്സംഗ കേസ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് നൽകണമെന്ന ഉത്തരവിന് സ്റ്റേ. കഞ്ചാവും MDMAയുമായി ഫുഡ് ബ്ലോഗറും സുഹൃത്തും പിടിയിൽ. എക്സൈസ് സംഘമാണ് കൊച്ചിയിൽ വെച്ച് ഇരുവരെയും പിടികൂടിയത്. ഫുഡ് ബ്ലോഗറും മോഡലുമായ തൃശൂർ സ്വദേശി മുഹമ്മദ് ആദിൽ, സുഹൃത്ത് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ഷാമിൽ എന്നിവരാണ് പിടിയിലായത്. പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്തെ ജയിലുകളെയും ബാധിച്ചു തുടങ്ങി. പൂജപ്പുര സെൻട്രൽ ജയിലടക്കം സംസ്ഥാനത്തെ വിവിധ ജയിലുകളാണ് പ്രതിസന്ധി ബാധിച്ചു തുടങ്ങിയത്. രാജ്യത്തെ LPG ക്ഷാമം റെയിൽവേയും ബാധിക്കുന്നതായി റിപ്പോർട്ട്. ട്രെയിനുകളിലെ ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാനായി റെയിൽവേ തീരുമാനിച്ചേക്കുമെന്നാണ് വിവരം. ഭക്ഷണം ഉൾപ്പെടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് റെയിൽവേ പണം തിരിച്ചു നൽകിയേക്കും. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന ചാവശ്ശേരി കൊട്ടാരം റോഡ് അടിയന്തരമായി ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന് CPI ചാവശ്ശേരി ബ്രാഞ്ച് യോഗം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. വടകരയിൽ മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അനുകൂലിച്ച് പോസ്റ്റർ. മുല്ലപ്പള്ളിയെ അപമാനിക്കുന്ന പവർ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ പാചകവാതക സിലിണ്ടർ ചോർന്നതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 ഹൗസ് ബോട്ടുകൾ പൂർണ്ണമായും കത്തിയമർന്നു. ഇന്ന് രാവിലെ 6:30 പൂന്തിരം ഭാഗത്താണ് സംഭവം. സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ ഹരിമുരളിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യന്നൂരിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊണ്ടോട്ടി മൊറയൂരിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. മേലാറ്റൂർ സ്വദേശികളായ ബാസില, ഷക്കീല, കാർ ഡ്രൈവർ ഷിയാസ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അഫ്രിദ, ഇബ്രാഹിം എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തുഷാർ വെള്ളാപ്പള്ളിയെയും യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സ്വാമിയെയും ഹൈക്കോടതി നീക്കി. റായ്പൂരിൽ വ്യോമസേന ഉദ്യോഗസ്ഥനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കമാൻഡർ വിപുൽ യാദവാണ് മരിച്ചത്. ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സ്ക്വാഡിലെ പ്രധാനിയായിരുന്നു വിപുൽ. ചിമ്മിനി വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ മരിച്ചു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് G സുധാകരൻ. CPIM അംഗത്വത്തിൽ നിന്ന് ഒഴിവാകുന്നു. മന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ KSU നേതാക്കൾക്ക് ജാമ്യം. തലശ്ശേരി ജില്ലാ സെക്ഷൻ കോടതിയാണ് ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേർക്ക് ജാമ്യം അനുവദിച്ചത്. കൊളത്തൂരിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കോളത്തൂർ കുരുവമ്പലം പൊട്ടിപ്പാറ ഹൗസിൽ ബഷീറിന്റെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. എറണാകുളം ചെല്ലാനത്ത് ചുഴലിക്കാറ്റിൽ 5 വീടുകൾ തകർന്നു. ചെല്ലാനം കണ്ടക്കടവ് പ്രദേശത്ത് ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവമുണ്ടായത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് നാളെയും മറ്റന്നാളും ഷാർജയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക സർവീസ് നടത്തും. ഇറാഖിൽ അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയ അണ്ടർ വാട്ടർ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. തീ പിടിച്ച കപ്പലിൽ നിന്ന് 38 പേരെ രക്ഷപ്പെടുത്തി. മലപ്പുറത്ത് 4 വയസ്സുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുരിയോടൻ പ്രജിൽ കുമാറിന്റെ മകൻ അനന്തുവാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 9ഓടെ ഭിന്നശേഷിക്കാരനായ കുട്ടിയെ കാണാതാവുകയായിരുന്നു. നെയ്യാർ ഡാമിൽ ഭർത്താവിനൊപ്പം കുളിക്കാനെത്തിയ യുവതിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നിധിന്റെ ഭാര്യ സിമിയാണ് മരണപ്പെട്ടത്. 24 വയസ്സായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കിടന്ന മധ്യവയസ്കനെ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വടക്കാഞ്ചേരി രാജനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പരാതി. മഹാത്മാഗാന്ധിയെ അപമാനിച്ചു, ഗാന്ധിയെ പൊതുജനങ്ങൾക്കിടയിൽ വെറുപ്പുളവാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്നതാണ് പരാതി. എണ്ണവില ഇനിയും ഉയരും, ഒരു കപ്പൽ പോലും ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. സൗന്ദര്യമൊളിപ്പിക്കുന്ന അത്ഭുത ഭൂമിയാണ് മൂന്നാർ. സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി ജക്രാന്ത മരങ്ങൾ നീലവസന്തം തീർത്ത കാഴ്ചയാണ് ഇപ്പോൾ മൂന്നാറിലുള്ളത്. പേരാവൂർ തെരുവിലെ കല്യാണി നിര്യാതയായി. 90 വയസ്സായിരുന്നു. പൊട്ടൻപ്ലാവിലെ ആദ്യകാല വ്യാപാരി മഞ്ഞളിയിൽ ജോണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് പൊട്ടൻപ്ലാവ് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ: ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 14,870 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 1,18,960 രൂപയുമായി. വെള്ളിക്ക് 280 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം: റബ്ബർ 212, ലോട്ട് 197, ഒട്ടുപാൽ 125, കുരുമുളക് 660, അടയ്ക്ക 385, കശുവണ്ടി 157, തേങ്ങ 49, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 115, കൊക്കോ 85. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.